Hi dear friends, welcome to my channel. ഇന്ന് നമ്മളൊരു കണവ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ കണവ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വേവിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അതുപോലെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഫുള്ളായിട്ട് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെള്ളം ചേർക്കാതെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു റോസ്റ്റ് കിട്ടും. ആ ഒരു കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടും. പിന്നെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് കോട്ടാവുകയും ചെയ്യും. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ മസാല റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂന്തലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു മസാലയൊക്കെ എല്ലായിടത്തും ആക്കിയിട്ട് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഫസ്റ്റ് ട്രിപ്പ് കുറച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ക്യാമറയിൽ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിക്സ് ചെയ്യുന്നതും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ടതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് കുക്കായിട്ട് കിട്ടും. ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യരുത്, ഫ്രൈ ആക്കരുത്. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു കണവ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ കുറേശ്ശായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു മസാലയിൽ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരുമിച്ച് അങ്ങ് ഇടരുത്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒരു കട്ടായിട്ടാണ് വരിക. അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മളൊന്നിങ്ങനെ ഇളക്കാതെ വെക്കണം. നമ്മളപ്പം തന്നെ ഇങ്ങനെ ആ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മസാലയൊക്കെ എണ്ണയിലേക്ക് അങ്ങ് പിടിക്കുകയൊക്കെ ചെയ്യും. എണ്ണയിലേക്ക് ഇളകിപ്പോകും ഒരു കൂന്തലിൻ്റെ മേലെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സൈഡൊന്ന് കുക്കായതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അവിടെ നമ്മളൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ആ ഒരു ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സവാളയും കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈ റോസ്റ്റ് ആയിട്ട് ഉള്ള ഒരു കൂന്തൽ ഫ്രൈ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.